അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രത്തിൽ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് തത്സമയം സംരക്ഷണം നടത്തി. മഹാദേവ ക്ഷേത്രവും രാഷ്ട്രീയ സ്വയം സേവാ സംഘവും സംയുക്തമായാണ് തത്സമയ സംരക്ഷണം ഒരുക്കിയത്. അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ മുഴുവൻ ക്ഷേത്രങ്ങളിലും നടക്കുന്ന പരിപാടികളുടെ ഭാഗമായി മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രവും രാഷ്ട്രീയ സ്വയം സേവാ സംഘവും സംയുക്തമായി ക്ഷേത്ര പരിസരത്ത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് തത്സമയ സംരക്ഷണവും ആരതിയും പ്രസാദ ഊട്ടും നടത്തി. വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രം അധ്യക്ഷൻ ബി കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വ്യാപാരി വ്യവസായി സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതത്തിന്റെ ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി ഒരു തപസ്വിയെ പോലെ കഴിഞ്ഞ 10 ദിവസക്കാലമായിട്ട് അദ്ദേഹം വ്രതമനുഷ്ഠിക്കുകയാണ്. കേരളത്തിൽ വന്നു അദ്ദേഹം തൃപ്രയാരി പോയി പ്രാർത്ഥിച്ചു. അതിനുശേഷം രാമേശ്വരത്ത് പോയി 21 കുളങ്ങളിൽ നിന്നുള്ള ജലം അദ്ദേഹം തലയിൽ സ്വീകരിച്ചു. രാമേശ്വരത്ത് അദ്ദേഹം സ്നാനം നടത്തി. അതിനുശേഷം അദ്ദേഹം അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം. അപ്പൊ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഒരു രാജർഷി എന്ന് പറയാവുന്ന ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി, രാജാവിൻ്റെതായിട്ടുള്ള പൗരുഷവും രാജാവിൻ്റെതായിട്ടുള്ള ഭരണനിർവഹണ ശേഷിയും എല്ലാം ഉള്ളപ്പോഴും ഒരു ഋഷിയുടേതായിട്ടുള്ള ചൈതന്യത്തോടെ, ഒരു ഋഷിയുടേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആ ഒരു ഗാംഭീര്യത്തോടെ ഭാരതത്തെ നയിക്കുന്ന ആ രാജർഷി എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ യജമാന സ്ഥാനത്തിരുന്നുകൊണ്ട് അയോധ്യയിൽ ഈ ഭവ്യമായിട്ടുള്ള ക്ഷേത്രം ഉയർന്നു വരികയാണ്. ടി.വി. ഷാജി, എസ്. സുധീഷ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഭക്തജനങ്ങൾക്ക് മധുര വിതരണവും അന്നദാനവും നടത്തി. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.